ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ 96 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് 97-ാമത്തെ ശ്ലോകം. അരൗദ്ര കുണ്ടലീ ചക്രീ വിക്രമ്യൂർജിത ശാസനഃ ശബ്ദാതിഗഃ ശബ്ദസഃ ശിശിരഃ ശർവരീകരഃ. അരൗദ്ര കുണ്ടലീ ചക്രീ വിക്രമ്യൂർജിത ശാസനഃ ശബ്ദാതിഗഃ ശബ്ദസഃ ശിശിരഃ ശർവരീകരഃ. ഈ ശ്ലോകത്തില് അരൗദ്രഃ, കുണ്ടലീ, ചക്രീ, വിക്രമീ, ഊർജിത ശാസനഃ, ശബ്ദാതിഗഃ ശബ്ദസഹഃ ശിശിരഃ ശർവരീകരഃ. ഇങ്ങനെ 9 പേരുകളാ ഉള്ളത്. ആദ്യം തന്നെ അരൗദ്രഃ, രൗദ്രഭാവമില്ലാത്തവൻ. അസുര നിഗ്രഹാർത്ഥവും ഇനി അവതാരങ്ങളിൽ രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയും ഭഗവാൻ പലപ്പോഴും രൗദ്രഭാവം കാണിക്കും. അതിരൗദ്രഭാവത്തോടു കൂടി പ്രവർത്തിക്കും. എന്നാൽ വാസ്തവത്തിൽ ഭഗവത് സ്വരൂപം ശാന്തമാണ്, പ്രശാന്തമാണ്. ഒരിക്കലും രൗദ്രമല്ല. അതുകൊണ്ട് ഭഗവാന്റെ പാരമാർത്ഥികമായ രൂപം അരൗദ്ര രൂപമായതുകൊണ്ട് നാമം അരൗദ്രഃ. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറയുകയാണ്, കർമ്മ രൗദ്രം, രാഗശ്ച രൗദ്രഃ, കോപശ്ച രൗദ്രഃ, യസ്യ രൗദ്രത്രയം നാസ്തി അവാപ്ത സർവകാമത്വേന രാഗദ്വേഷാദേഹ അഭാവാത് സ അരൗദ്രഃ. മറ്റൊരു രീതിയിലാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. അതായത് കർമ്മം രൗദ്രമാണ്, എല്ലാ കർമ്മങ്ങളും. അതുപോലെ രാഗം രൗദ്രമാണ്, കോപം രൗദ്രമാണ്. അപ്പൊ കർമ്മം, രാഗം, കോപം മൂന്നും രൗദ്രമാണ്. ഈ മൂന്നുമില്ലാത്തവൻ എന്തുകൊണ്ട്? അവാപ്ത സർവകാമത്വേന രാഗദ്വേഷാദേഹേ അഭാവാത്. ആപ്തകാമനായതുകൊണ്ട്, സർവം സിദ്ധമായതുകൊണ്ട് രാഗദ്വേഷാദിക്ക് സ്ഥാനമില്ല. പൂർണ്ണനായതുകൊണ്ട് കർമ്മത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് രാഗ കോപങ്ങൾ ഇല്ലാത്തവൻ അരൗദ്രഃ. ഈ ഒരർത്ഥമാണ് ഭാഷ്യകാരൻ നൽകുന്നത്. ഈ രണ്ടർത്ഥവും ചിന്തിക്കുക. തുടർന്ന് കുണ്ടലീ. കുണ്ടലം നല്ല മനോഹരമായ കർണാഭരണം. അപ്പൊ കർണാഭരണത്തെ ധരിച്ചവനാരോ അവൻ കുണ്ടലി, മനോഹരമായ കർണാഭരണം ധരിച്ചവൻ.
ആണ് സാമാന്യാർത്ഥം. കുണ്ടലം പോലെ മൂലാധാരസ്ഥിതമായ ശക്തി ആരുടേതോ അവൻ കുണ്ടലി എന്ന് പറയാം. അപ്പൊ കുണ്ടലവത്, കുണ്ടലം പോലെ, കർണാഭരണം പോലെ മൂലാധാരസ്ഥിതമായ ശക്തി. ആ ശക്തിയാണ് യഥാക്രമം വിവിധ ചക്രങ്ങളിലൂടെ ഉയർന്ന് സഹസ്രാര പത്മത്തിൽ എത്തുന്നതും മുക്തിപ്രദമാകുന്നതും. അങ്ങനെയുള്ള കുണ്ടലി ആരുടേതോ, കുണ്ടലം ആരുടേതോ അവൻ കുണ്ടലി എന്ന് പറയാം. ഭാഷ്യകാരൻ പറയുകയാണ്, ശേഷരൂപഭാഗ് കുണ്ടലി. ശേഷന്റെ അനന്തന്റെ രൂപത്തിൽ ഇരിക്കുന്നവൻ കുണ്ടലി. സഹസ്രാംശു മണ്ഡലോപമ കുണ്ടലധാരണാത് വാ, അഥവാ സൂര്യനു തുല്യം തേജസ്സോടുകൂടിയ കർണാഭരണം ആര് ധരിച്ചിരിക്കുന്നുവോ അവൻ. ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഭാഷ്യകാരൻ പറയുന്നത്. ചക്രീ, ചക്രം ധരിച്ചവൻ, ചക്രത്തോടൊത്തവൻ. ഭഗവാൻ തൻ്റെ 4 കൈകളിൽ എപ്പോഴും 2 എണ്ണത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ചിഹ്നങ്ങൾ ധരിക്കുകയാണ്. ശംഖവും താമരയും. 2 എണ്ണത്തിലാകട്ടെ ഉഗ്രങ്ങളായ ആയുധങ്ങളെ ധരിക്കുകയാണ്. ഒരു ശസ്ത്രവും ഒരസ്ത്രവും. ശസ്ത്രം ഗദയാണ്, അസ്ത്രം ചക്രമാണ്. അപ്പൊ ചക്രം എന്ന അസ്ത്രത്തെ ധരിച്ചവനാരോ, അസ്ത്രം എന്ന് പറഞ്ഞാൽ കൈ വിട്ടുപയോഗിക്കുന്ന ആയുധവിശേഷമാണ്. ശസ്ത്രമാകട്ടെ കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധവിശേഷമാണ്. അപ്പൊ ചക്രത്തെ ധരിച്ചവനാരോ അവൻ ചക്രീ. എന്തിനായിക്കൊണ്ട്? ഈ ജഗത്തിനെ മുഴുവൻ പരിപാലിക്കുന്നതിനായിക്കൊണ്ട്, ഈ ധർമ്മവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ചക്രം സുദർശനമാണ്, ശോഭനമായ ദർശനമാണ്, ശരിയായ കാഴ്ചയാണ്, ജ്ഞാനമാണ്. ശരിയായ ജ്ഞാനം, ശരിയായ കാഴ്ച, അതുകൊണ്ട് മാത്രമേ ലോകരക്ഷ സാധിക്കൂ. അങ്ങനെ ലോകരക്ഷാകരമായ ചക്രം ധരിച്ചിരിക്കുന്നവൻ ചക്രീ. ഭാഷ്യകാരൻ പറയാണ്, സമസ്ത ലോകരക്ഷാർത്ഥം മനഃ തത്വാത്മകം സുദർശനാഖ്യം ചക്രം ധത്തേ ഇതി ചക്രീ. ലോകരക്ഷയ്ക്ക് വേണ്ടി, സമസ്ത ലോകരക്ഷയ്ക്ക് വേണ്ടി മനസ്സാകുന്ന തത്വം, അതാണ് സുദർശനം, അങ്ങനെയുള്ള ചക്രത്തെ ധരിച്ചിരിക്കുന്നവൻ ആണ് ചക്രീ. വിക്രമീ എന്നതാണ് അടുത്ത പേര്. വിക്രമീ, വിക്രമത്തോടു കൂടിയവൻ വിക്രമീ, അഥവാ വിക്രമങ്ങളോട് കൂടിയവൻ വിക്രമീ. വിക്രമം എന്ന് പറഞ്ഞാൽ വിശേഷമായ ക്രമം. ക്രമം എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപം, കാൽവെപ്പുകൾ. അപ്പൊ വിശേഷമായ കാൽവെപ്പുകളോട് കൂടിയവനാരോ അവനാണ് വിക്രമീ. അവൻ തന്നെയാണ് വിക്രമ. ഭഗവാൻ വാമനാവതാരം സ്വീകരിച്ചപ്പോൾ 2 കാൽവെപ്പുകളെ കൊണ്ട് സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും അളന്നു കഴിഞ്ഞു. 3ാമത്തെ കാൽവെപ്പിന് സ്ഥലമില്ല. അത്രയും വിശിഷ്ടമായ വിപുലമായ കാൽവെപ്പുകളോട് കൂടിയവൻ. അങ്ങനെയുള്ള മഹാവിഷ്ണുവാണ് വിക്രമ അല്ലെങ്കിൽ വിക്രമീ. ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ്, വിക്രമ പാദവിക്ഷേപ ശൗര്യം വാ. വിക്രമം എന്നതിന് പാദവിക്ഷേപം എന്നാണ് വാച്യാർത്ഥം. എന്നാൽ ശൗര്യം എന്നുള്ള അർത്ഥത്തിലും വിക്രമ ശബ്ദം പ്രയോഗിക്കാറുണ്ട്.
ദ്വയം ച അശേഷ പുരുഷേഭ്യ വിലക്ഷണമസ്യ ഇതി വിക്രമി. മറ്റെല്ലാവരിൽ നിന്നും വിലക്ഷണമായ പാദവിക്ഷേപത്തോടും ശൗര്യത്തോടും കൂടിയവനാണ് വിക്രമി. വാക്കുകൊണ്ട് വർണ്ണിക്കാനാവാത്ത ശൗര്യത്തോടൊത്തവൻ, അസുര നിഗ്രഹാർത്ഥം. അതുപോലെ വാക്കുകൊണ്ട് വർണ്ണിക്കാനാകാത്ത വിപുലമായ പാദവിക്ഷേപത്തോടു കൂടിയവൻ. ഈ അർത്ഥങ്ങളാണ് വിക്രമീ അഥവാ വിക്രമഃ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ഊർജിത ശാസന. ഊർജിത ശാസന, ഊർജിതമായ, ഊർജസ്വലമായ, ശക്തിയുക്തമായ ശാസനത്തോടു കൂടിയവൻ. താത്പര്യം, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ഘടകങ്ങളെയും സകല ദേവതകളെയും വ്യക്തമായ വ്യവസ്ഥയ്ക്കനുസരിച്ച് നിയമിക്കുന്നവൻ. ഈ സമഷ്ടി പ്രപഞ്ചത്തിലെ ഒരു ദേവൻ പോലും ഒരു നിമിഷം പോലും തൻ്റെ സമയം തെറ്റിക്കുന്നില്ല. സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, അഗ്നിയാകട്ടെ, വായുവാകട്ടെ, ജലമാകട്ടെ, ഭൂമിയാകട്ടെ, എല്ലാവരും ദേശകാലങ്ങളിൽ നിബദ്ധരാണ്. അവനവന്റെ ജോലി കൃത്യമായി ചെയ്യുകയാണ്. ഇതുപോലെ വജ്രോദ്യതകരം സ്വാമിനം ദൃഷ്ട്വാ എന്ന് ഭാഷ്യകാരൻ ദൃഷ്ടാന്തം പറയുന്നുണ്ട്. കയ്യിൽ വജ്രായുധം ഏന്തിക്കൊണ്ട് യജമാനൻ വരുന്നത് കാണുമ്പോൾ ഭൃത്യന്മാര് കൃത്യമായി പണിയെടുക്കുന്നത് പോലെ ഭയാദസ്യ അഗ്നിസ്തപതി, അവനുള്ള ഭയം കൊണ്ട് അഗ്നി തപിക്കുന്നു. ഭീഷോദേതി സൂര്യ, അവനുള്ള ഭയം കൊണ്ട് സൂര്യൻ ഉദിക്കുന്നു. ഉദാഹരണാർത്ഥം പറഞ്ഞെന്ന് മാത്രം. അപ്പൊ സകല ലോകപാലന്മാരും വ്യക്തമായി അവരുടെ ജോലികളിൽ ഏർപ്പെടുന്നത് ഈ ശാസനത്തിന് കീഴിലാണ്. അങ്ങനെ ഉഗ്രമായ ഊർജിതമായ ശാസനത്തോട് കൂടിയവനാരോ അവൻ ഭഗവാൻ ഊർജിത ശാസന. ഭാഷ്യകാരൻ പറയാണ്, ശ്രുതി സ്മൃതി ലക്ഷണം ഊർജിതം ശാസനം അസ്യ ഇതി ഊർജിത ശാസന. ശ്രുതി സ്മൃതി എന്ന് രണ്ട് വിഭാഗത്തിലുള്ള, ശ്രുതി എന്ന് പറയുമ്പോൾ വേദം, സ്മൃതി എന്ന് പറയുമ്പോൾ വൈദികം. വേദാംഗങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം വൈദികം എന്നുള്ളതിൽ പെടും. അപ്പൊ ശ്രുതി സ്മൃതി വിഭാഗത്തിലുള്ള അഥവാ വേദ വൈദിക വിഭാഗത്തിലുള്ള ശാസ്ത്രങ്ങള് അവ ഊർജിതമാണ്. ആ ഊർജിതമായ ശാസനം ആരുടേതാണോ, ആരിൽ നിന്നാണോ വന്നത്, അവനാണ് ഈശ്വരൻ ഊർജിത ശാസന. ഇവിടെ ഒരു വാക്യം ഭാഷ്യകാരൻ ഉദ്ധരിക്കുന്നുണ്ട്. ശ്രുതി സ്മൃതി മമൈവാജ്ഞേ യസ്തേ ഉല്ലംഘ്യ വർത്തത്തെ ആജ്ഞാച്ഛേദി മമദ്വേഷി മദ്ഭക്തോപി ന വൈഷ്ണവഃ. ശ്രുതിയും സ്മൃതിയും എൻ്റെ ആജ്ഞകളാണ്. യാതൊരുവനാണോ അവയെ ഉല്ലംഘിച്ച് ജീവിക്കുന്നത്, എൻ്റെ ആജ്ഞയെ ഛേദിക്കുന്നത്, അവൻ എൻ്റെ ഭക്തനാണെങ്കിൽ പോലും എന്നെ ദ്വേഷിക്കുന്നവനാണ്. ഒരു ഭാഗത്തവന് ഭക്തി ഉണ്ടാവാം, പക്ഷെ പ്രപഞ്ച നിയമത്തെ തെറ്റിക്കുന്നവനാണെങ്കിൽ അവൻ എന്നെ ദ്വേഷിക്കുന്നവനാണ്. ഇவ்விധം ഊർജിതമായ ശാസനം ആരുടേതോ അവൻ ഊർജിത ശാസന. തുടർന്ന് ശബ്ദാതിഗ, ശബ്ദത്തെ അതിക്രമിച്ചു നിൽക്കുന്നവൻ. ശബ്ദം അവിടെ വേദപ്രമാണമാണ്. താത്പര്യം, വേദത്തെ പോലും അതിക്രമിച്ചു നിൽക്കുന്നവൻ. യദ് വാചാ അനഭ്യുദിതം, യാതൊന്നിനെ വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കാൻ കഴിയില്ലയോ എന്ന് ശ്രുതി തന്നെ പറയുന്നുണ്ട്. വാക്കിനാൽ വെളിപ്പെടുത്തപ്പെടാത്തവൻ.
വാക്കിന് വിഷയമല്ലാത്തവൻ. അപ്രമേയ തുടങ്ങിയ ശബ്ദങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമേയ, അപ്രമേയ ഇത്യാദി. അപ്പൊ വാക്കിന് വിഷയമല്ലാത്തവൻ, ശബ്ദത്തിനെ അതിക്രമിച്ചു നിൽക്കുന്നവൻ. അപ്പൊ നമുക്ക് സംശയം വരാം, വേദപ്രമാണത്തിന് വിഷയമാണല്ലോ ഈശ്വരൻ, വേദപ്രമാണത്താൽ ആത്മാവ് പറയപ്പെടുന്നല്ലോ എന്ന്. ഇതിന് മറുപടി, വേദത്തിൽ ഇന്നതാണ് ആത്മാവെന്ന് വാച്യാർത്ഥത്തിൽ പറയുന്നില്ല, പറയാൻ സാധ്യമല്ല. ന വിജാനീമോ യഥൈതത് അനുശിഷ്യാത്, ഇതിനെങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. മറിച്ച് വേദത്തിൽ ഇതല്ല നേതി ക്രമത്തിൽ ശബ്ദമസ്പർശമരൂപമവ്യയം ഇത്യാദി നിഷേധങ്ങളിലൂടെയും അതുപോലെ ലക്ഷ്യാർത്ഥത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഇത്യാദി ഉപദേശങ്ങളിലൂടെയാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത്. അല്ലാതെ ഇന്നതാണെന്ന് വാക്കിലൂടെ പറയുകയല്ല, വാച്യവൃത്തിയല്ല, ലക്ഷണാവൃത്തിയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ വേദത്തിന് പോലും പ്രമേയനല്ല എന്നർത്ഥം. അതുകൊണ്ട് ശബ്ദാദിക. ഭാഷ്യകാരൻ പറയാണ്, ശബ്ദപ്രവൃത്തി ഹേതൂനാം ജാത്യാദീനാം അസംഭവാത് ശബ്ദേന വക്തും അശക്യത്വാത്. ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ശബ്ദം കൊണ്ട് പറയണമെങ്കിൽ അതിന് ജാത്യാദി വേണം. ജാത്യാദി എന്ന് പറഞ്ഞാൽ ജാതി തുടങ്ങിയവ. ജാതി, നാമം, രൂപം, ഗുണം, ക്രിയ, സംബന്ധം. ഇപ്പൊ ജാതി, നാമരൂപ, ഗുണക്രിയ, സംബന്ധങ്ങൾ ഉള്ളതിനെ നമുക്ക് വാക്കുകൊണ്ട് പറയാം. ഇപ്പോ ജാതി പറയാം, മനുഷ്യജാതി, അല്ലെങ്കിൽ പട്ടിജാതി, പൂച്ചജാതി, അങ്ങനെ പറയാം. അല്ലെങ്കിൽ നാമം, ഇന്ന പേര്, രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ എന്നിങ്ങനെ പറയാം. രൂപം, എന്ന രൂപം, വലുത്, ചെറുത്, തടിച്ചിട്ട് മെലിഞ്ഞിട്ട്, അങ്ങനെയൊക്കെ പറയാം. ഗുണം, എന്ന ഗുണത്തോടു കൂടിയത്, എരിഞ്ഞുള്ളത്, പുളിയുള്ളത്, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ചൂട്, തണുപ്പ്, അങ്ങനെയൊക്കെ പറയാം. ക്രിയ, നടക്കണത്, ഇരിക്കണത്, കിടക്കണത്, അങ്ങനെയൊക്കെ പറയാം. സംബന്ധം, മറ്റൊന്നുമായുള്ള ബന്ധം, ആ മരത്തിന്റെ മുകളിലുള്ളത്, അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഇരിക്കുന്ന ആള്, അല്ലെങ്കിൽ ആ കുതിരപ്പുറത്ത് ഇരിക്കുന്ന ആള്, അല്ലെങ്കിൽ ആ പാറപ്പുറത്ത് ഇരിക്കുന്ന ആൾ, ഇങ്ങനെ മറ്റൊന്നുമായുള്ള സംബന്ധം നമുക്ക് പറയാം. എന്നാൽ ജാതി, നാമ, രൂപ, ഗുണക്രിയ, സംബന്ധങ്ങൾ ഇല്ലാത്തതിനെ എങ്ങനെ വാക്കുകൊണ്ട് പറയും? അസാധ്യമാണ്. അതുകൊണ്ട് ശബ്ദപ്രവൃത്തിക്ക് വിഷയമല്ലാത്തവൻ ശബ്ദാതിക. ശ്രുതി തന്നെ വാചാ അനഭ്യുദിതം യതോ വാചോ നിവർത്തന്തേ ഇത്യാദി പ്രഖ്യാപിക്കുകയാണ്. ശബ്ദാദിക. ശബ്ദസഹ അതാണ് അടുത്തത്. ശബ്ദസഹ. ശബ്ദം വേദമാണ്, വേദത്താൽ പറയപ്പെടുന്നത്. വേദം ഏതൊരു പരമസത്യത്തെയാണോ ഉപദേശിക്കുന്നത് അതാണ് ശബ്ദസഹ. വേദങ്ങൾ മുഴുവൻ ഏതൊരു പരമസത്യത്തെ പ്രഖ്യാപിക്കുന്നതിനാണോ പ്രവർത്തിക്കുന്നത് അതാണ് ശബ്ദസഹ. ഭാഷ്യകാരൻ പറയുന്നു, സർവേ വേദാഹ താത്പര്യേണ തമേവ വദന്തീതി ശബ്ദസഹ. എല്ലാ വേദങ്ങളും താത്പര്യത്തോടു കൂടി അതിനെ തന്നെയാണ് പറയുന്നത് എന്നതിനാൽ ശബ്ദസഹ. വേദൈശ്ച സർവൈരഹമേവ വേദ്യ. വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടത് ഞാനാകുന്നു. അല്ലെങ്കിൽ സർവേ വേദായത്പദമാമനന്തി. എല്ലാ വേദങ്ങളും യാതൊന്നിനെയാണോ വിശദീകരിക്കുന്നത് എന്നീ വാക്യങ്ങളെ, ശ്രുതിവാക്യങ്ങളെ ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ സമുദ്ധരിക്കുന്നുണ്ട്. ശിശിരഹ. ശിശിരം പോലുള്ളത് ശിശിരഹ. ശിശിരം തണുപ്പാണ്. അപ്പൊ ശിശിരകാലം പോലെ ഈ സംസാരത്തിൽ ക്ലേശിച്ച് ഉഷ്ണിച്ച് കഷ്ടപ്പെടുന്നവർക്ക് തണുപ്പ് കൊടുക്കുന്ന, ശാന്തിയെ കൊടുക്കുന്നതാരോ അവൻ ശിശിരഹ.
അല്ലാതെ പ്രത്യേകിച്ചൊരു ഋതു നമുക്ക് പറയാൻ വയ്യ. കാരണം എല്ലാ ഋതുക്കളും ഭഗവാൻ തന്നെയാണ്. എല്ലാ ഋതുക്കളും ഭഗവാനാണ്. പ്രത്യേകിച്ച് ഋതു എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ വസന്തത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. കാരണം ഋതൂനാം കുസുമാകരഹ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ വസന്തത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ നിലയ്ക്കേ പറയാൻ പറ്റൂ. ശിശിരം തണുപ്പ് കാലമാണ്, ഭക്തന്മാർക്ക് തണുപ്പിനെ നൽകുന്ന, ശാന്തിയെ നൽകുന്ന എന്നർത്ഥം. അർത്ഥമാണ് ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നത്. താപത്രയാഭിതപ്താനാം വിശ്രാമസ്ഥാനത്വാദി ശിശിരഹ. ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം എന്നീ 3 വിധ ദുഃഖങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ശിശിരം പോലെ ശാന്തിയെ, തണുപ്പിനെ കൊടുക്കുന്നവൻ ശിശിരഹ. ശർവരീകരഹ. ശർവരീകരഹ. ശർവരി രാത്രിയാണ്, രാത്രിയെ ചെയ്യുന്നവൻ. പകലിനെയും രാത്രിയെയും ചെയ്യുന്നത് സൂര്യനാണ്. പലപ്പോഴും നിശാകരൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം, ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. ശരിയാണ്. പകലിനെ ഉണ്ടാക്കുന്നവൻ സൂര്യൻ, രാത്രിയെ ഉണ്ടാക്കുന്നവൻ ചന്ദ്രൻ എന്ന്. പക്ഷേ എപ്പോഴും നിശാകരൻ എന്ന് ചന്ദ്രനെ പറയാൻ പറ്റില്ല. അതൊരു ഉപചാരപൂർവ്വം പറയുന്ന പേര് മാത്രമാണ്. ഇപ്പൊ സൂക്ഷ്മമായി ചിന്തിച്ചാൽ രാത്രിയെയും പകലിനെയും ഉണ്ടാക്കുന്നത് സൂര്യൻ തന്നെയാണ്. ഉദയാത്പരം അസ്തമയ പര്യന്തം നമുക്ക് പകലെന്ന് പറയാം, അസ്തമയാത്പരം ഉദയപര്യന്തം രാത്രി എന്ന് പറയാം. അപ്പൊ ശർവരീകരഹ വാസ്തവത്തിൽ സൂര്യൻ തന്നെയാണ്. ഇനി ശർവരി ഇരുട്ടാണ്, ഇരുട്ടജ്ഞാനമാണ്. അജ്ഞാനത്തെ ചെയ്യുന്നവൻ, തന്റെ മായയെ കൊണ്ട് മറയ്ക്കുന്നവൻ ഈശ്വരൻ. ആ അർത്ഥത്തിലും പറയാം. ഭാഷ്യകാരൻ പറയുന്നത് സംസാരിണാം ആത്മാ ശർവരി ഇവ. സംസാരികൾക്ക് ആത്മാവ് ശർവരിയ രാത്രിയെ പോലെയാണ്. ജ്ഞാനികൾക്ക് സംസാരം രാത്രിയാണ്. രണ്ടു കൂട്ടർക്കും അതതിനെ ചെയ്യുന്നവൻ. ജ്ഞാനികൾക്ക് സംസാരം രാത്രി, അജ്ഞാനികൾക്ക് ആത്മവിഷയം രാത്രി. ഈ 2 രാത്രികളെയും ചെയ്യുന്നവൻ ഏകനായ അദ്വിതീയനായ പരമാത്മ. ഈ അർത്ഥത്തിലാണ് ശർവരീകര എന്ന് പറയുന്നത്. അങ്ങനെ ഈ ശ്ലോകത്തിൽ അരൗദ്രഹ, കുണ്ടലി, ചക്രി, വിക്രമീ, ഊർജിത ശാസനഃ, ശബ്ദാദികഃ, ശബ്ദസഹഃ, ശിശിരഃ, ശർവരീകരഃ, ഇങ്ങനെ 9 പേരുകൾ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.